അപ്പോൾ നമസ്കാരം എല്ലാവർക്കും. നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് കേട്ടോ. വിഴിഞ്ഞം പോർട്ട് വളരെ പ്രസിദ്ധമാണിപ്പോൾ. അതായത് 10,000-കണക്കിന് കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന വൻകിട കപ്പലുകളെത്തി ആ പോർട്ടിൽ നമ്മളൊന്ന് സന്ദർശനം നടത്തുകയാണ്. അദാനി ഗ്രൂപ്പിൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വയനാട്ടിലെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരോടൊപ്പമാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ പോർട്ടിനെക്കുറിച്ചും ഈ പോർട്ടിൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഒട്ടനവധി സവിശേഷതകളാണ് വിഴിഞ്ഞം പോർട്ടിനുള്ളത്. അത് ലോകത്ത് തന്നെ വളരെ പ്രത്യേകതയുള്ള ഒരു പോർട്ട് കൂടിയാണ്. അതിൻ്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പ്രത്യേകം അവസാനം വരെ നിങ്ങൾ വീഡിയോ കാണണം. കാരണം ഇതൊരു പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ വീഡിയോ ആയിരിക്കും. വേറെ തരത്തിൽ ഇതൊരു ഡെവലപ്മെൻ്റൽ വീഡിയോ ആണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെക്കുറിച്ചുള്ളൊരു ഇപ്പോഴത്തെ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഉള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ഒട്ടേറെ പ്രാധാന്യങ്ങളുള്ളത് കൊണ്ട് എല്ലാവരും ഇത് കാണണമെന്നാണ് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മൾ വയനാട് ജില്ലയിലെ മാധ്യമപ്രവർത്തകരെല്ലാവരും ചേർന്നാണ് ഒന്ന് പോയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മൾ അവിടേക്ക് എത്തി. രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളിലൊന്നായ അദാനി ഗ്രൂപ്പാണ് ഈ വിഴിഞ്ഞം പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. രാജ്യത്തെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് പോർട്ടാണ്. വലിയ ബഹളങ്ങളും ആൾക്കാരൊന്നുമില്ല. വെസൽസ്, അതായത് കപ്പലുകൾ, കുറേ ട്രക്കുകളും യന്ത്രങ്ങളും ഭീമാകാരങ്ങളായ ക്രെയിനുകളും മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. മനുഷ്യ ജീവനുകളായി അവിടെ ഉള്ളത് ആകെ ട്രക്ക് ഡ്രൈവർമാരും ഒറ്റ മുറിയിൽ കുട്ടികൾ ഗെയിം കളിക്കുന്നത് പോലെ റിമോട്ട് സെൻസർ വർക്ക്, അതായത് RCS ഡെസ്ക് ചെയ്യുന്ന കുറച്ച് പേര് മാത്രമാണ്. പോർട്ട് തൊഴിലവസരം നൽകുന്നില്ലെന്നല്ല ഇതിനർത്ഥം. എല്ലാ യന്ത്രങ്ങളും കമ്പ്യൂട്ടറുകളും നിയന്ത്രിക്കുകയാണ്. VTM അഥവാ വെഹിക്കിൾ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വിഴിഞ്ഞത്തെ തീരത്തോട് ചേർന്ന കടലിൻ്റെ ആഴമാണ് ഏറ്റവും വലിയ പ്രത്യേകത. കപ്പലുകൾ കരയ്ക്കടുപ്പിക്കണമെങ്കിൽ കടലിന് നല്ല ആഴം വേണം. അതിനായി പുലിമുട്ട് നിർമ്മിക്കുകയാണ് പതിവ് രീതി. അതായത് കരയിൽ നിന്ന് കടലിനെ പിളർന്ന് കല്ലിട്ട് നികത്തി അതിന് മുകളിൽ പാത നിർമ്മിക്കും. ബ്രേക്ക് വാട്ടർ എന്നാണ് ഇതിനെ പറയുക. വിഴിഞ്ഞത്ത് നിർമ്മിച്ച 3 കിലോമീറ്റർ നീളമുള്ള പുലിമുട്ട് 1 കിലോമീറ്റർ കൂടി ഇനി നിർമ്മിക്കാനുണ്ട്. 22.5 മീറ്റർ കടലിൻ്റെ ആഴത്തിലേക്കും അതായത് 22.5 മീറ്റർ കടലിൻ്റെ ആഴത്തിലേക്കും 6.5 മീറ്റർ കടലിന് മുകളിൽ കടൽ ഭിത്തിയും, അങ്ങനെ പുലിമുട്ട് പാതയ്ക്ക് താഴെ 29 മീറ്റർ ആഴമുള്ള ബ്രേക്ക് വാട്ടറാണ് വിഴിഞ്ഞത്തുള്ളത്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ പുലിമുട്ടാണിത് കേട്ടോ. ലോകത്ത് 15 കിലോമീറ്ററിനുള്ളിൽ തുറമുഖവും വിമാനത്താവളവും അടുത്തുള്ള ഏക നഗരം തിരുവനന്തപുരമാണ്. രണ്ടും ഒരേ മാനേജ്മെൻറ്റിന് കീഴിലാണ്. അതായത് അദാനി വിഴിഞ്ഞം തുറമുഖം, തിരുവനന്തപുരം അദാനി അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ നമ്മളിപ്പോൾ കടലിനുള്ളിലേക്കൊന്ന് പോവുകയാണ്. നമ്മൾ ഇതിൽ കയറി നമ്മൾ കടലിനുള്ളിലേക്കൊന്ന് പോവുകയാണ്. ഇതാ കുറേ ആളുകളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ കൂടെ ഈ വെസൽ കയറി നമ്മളൊന്ന് യാത്ര ചെയ്യുന്നു. കുറേ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ആഴക്കടലിലേക്കിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളൊന്ന് പോകുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നു. ഒരു ഭാഗം ആൾക്കാർ ഇതാ നമ്മളിങ്ങനെ പോകുന്നു. നല്ല മനോഹരമായി ഇത് അങ്ങ് കാണുന്നതാണ് പുലിമുട്ട് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ വലിയ വൻകിട കപ്പലുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അതായത് സമയവും ചിലവും ലാഭിക്കുന്ന കടൽമാർഗ ചരക്ക് ഗതാഗതം, അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ചയും പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടൽമാർഗം ഗതാഗതവും വിഴിഞ്ഞം എന്ന സിംഗിൾ പോയിൻ്റ് ടച്ച് ചെയ്ത് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദാനി ഇവിടെ ഈ പോർട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യ യൂറോപ്പ് അറബ് ഇക്കണോമിക് കോറിഡോർ എന്നാണ് ഇതിനെ വിളിക്കുക. അത് നിയന്ത്രിക്കുന്നത് ഇനി അദാനി ആയിരിക്കും. അതിനുള്ള സാധ്യത കൂടി ഒന്ന് പരിശോധിക്കണം നമുക്ക്. രാജ്യത്ത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 22 മില്യൺ കണ്ടെയ്നറാണ് ഓരോ വർഷവും മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നത്. മുംബൈ, മുന്ദ്ര തുറമുഖങ്ങൾ വഴിയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുള്ളത്. വിഴിഞ്ഞത്ത് അദാനി ചെയ്തത്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്തു. 2021 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിയുടെ കൈകളിലേക്ക് എത്തുന്നത്. ഒരു വിമാന കമ്പനി മാത്രം സർവീസ് നടത്തിയിരുന്ന
വിമാനത്താവളത്തിൽ ഇപ്പോൾ 17 കമ്പനികളുടെ വിമാനങ്ങൾ പറന്നു വരുന്നുണ്ട്. അതിൽ അന്താരാഷ്ട്ര ആഭ്യന്തര വിമാനങ്ങളുണ്ട്. തിരുവനന്തപുരം അദാനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിദിന വിമാനയാത്രക്കാരുടെ എണ്ണം 2022 വരെയുള്ള 5000-ൽ നിന്ന് ഇപ്പോൾ അത് 2025-ൽ 16,000 ഉയർന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് വിമാനയാത്രാ ചെലവ് കുറഞ്ഞിട്ടുണ്ട്. 10 വർഷം കൂടുമ്പോൾ സാധാരണ വിമാനത്താവളങ്ങളുടെ റൺവേയിലെ ടാറിംഗ് ഒക്കെ മാറ്റണം. റീകാർപ്പറ്റിംഗ് എന്നാണ് അതിനെ സാധാരണ പറയുക. കരിപ്പൂരിലും മറ്റും മാസങ്ങൾ വിമാന സർവീസുകൾ നിർത്തിവെച്ചാണ് റീകാർപ്പറ്റിംഗ് നടത്തി അദാനി തിരുവനന്തപുരത്ത്. അതേസമയം അദാനി തിരുവനന്തപുരത്ത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വെറും 75 ദിവസം കൊണ്ടാണ് റീകാർപ്പറ്റിംഗ് അഥവാ റൺവേ പുതുക്കി പണിയത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവിടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ വിശദീകരിച്ച് തരികയായിരുന്നു. വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എയർപോർട്ടിൻ്റെ പ്രത്യേകതകളാണ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ വിശദീകരിച്ച് തരികയാണ്. ഇതാണ് നമ്മൾ ഫുള്ളി റിക്ലെയിം ചെയ്തെടുത്ത് ബാക്കപ്പ് യാർഡ് കൺവേർട്ട് ചെയ്ത ഏരിയ. ഇതാണ് നമ്മൾ ഫുള്ളി കംപ്ലീറ്റഡ് ബ്രേക്ക് വാട്ടർ, 2.96 കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ, 8 നമ്പേഴ്സ് ഓഫ് STS സ്ക്രീൻസ് ആണ് കാണുന്നത്. ഇത് നമ്മുടെ യാർഡ് പ്ലേസ്. സോ ഇവിടെ ആക്ച്വലി നമുക്ക് ഏറ്റവും ടോപ്പിലൊരു യെല്ലോ കളർ 29 മീറ്റേഴ്സ് താഴെ പോയി നമ്മൾ ചെയ്യുന്ന ബ്രേക്ക് വാട്ടർ. സോ ഇതാണ് നമ്മുടെ ആക്രോപോഡ്. നമ്മൾ 18,000 യൂണിറ്റ്സ് ആണ് ഇതിവിടെ കാസ്റ്റ് ചെയ്ത് സീൽ പ്ലേസ് ചെയ്ത് ബ്രേക്ക് വാട്ടർ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്ത്. ഇതാണ് നമ്മൾ NH-ഓട് മീറ്റ് ചെയ്യുന്ന പോർട്ട് അപ്രോച്ച് റോഡ്. ഈസാണ് NH-ഓട് മീറ്റ് ചെയ്യുന്നത്. നമ്മൾ റെയിൽ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു ഏരിയ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് അണ്ടർഗ്രൗണ്ട് വഴി നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനായ ബാലരാമത്തിൽ മീറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഒരു 5000 കണ്ടെയ്നറായിട്ട് ഒരു ഷിപ്പ് വരുന്നതായിരിക്കും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മളിവിടെ എത്ര കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യാം? Can you open these, please? Every time I say that, but this is going to become one of the biggest port in the country. But even then, the technology that he will take care of it during the presentation. What you can see in the best port in the world, as I said yesterday, we already have it. This was not something which was in the contract with the government. Thank you. So what I'm trying to tell is, as much as it is for everybody, it is also Adani's passion that when they got the business to start available, and that should be here. So we really wanted a world-class port, and today we can proudly say that it is running fantastically. It is actually running it to the full capacity. So if you actually see, containers are supposed to be in the yard. You can see containers here, containers there. That means that I'm already full. Like I said yesterday, we are the largest container terminal in south and east of India already. The remaining, you will see it in the presentation, which he will explain, and you will see. And as I said, this is just the beginning. So the port is going to go much bigger. We'll spend another 10,000-15,000 crores in expanding the port. So bright future for the state, for the country is there. Once again, I welcome all of you. Have any questions, please ask the people, and have fun. That's what is important. So it is very, very important. For us, a lot of learning, very, very difficult, but it's a massive construction. So just this alone used rocks more than what the entire state uses. So that's a kind of a material that has gone. Good. We have at least got the design that not just containers, any other cargo can be handled. So we have a provision for tank forms that show that on top. So where liquid and other cargo can be stored. Similarly, we will have 2 berths that will be constructed on the breakwater, so that non-container ships can actually, if you see there's a liquid thing next to that. So that comes because where pipeline comes and goes and connects to the ship, and that's how it goes. So we will make this a proper big port compared to anything else. So this is the master plan. അപ്പം അതായത് വിഴിഞ്ഞത്ത് കപ്പലിൽ ഇറക്കുന്ന കണ്ടെയ്നറുകളിലെ സാധനങ്ങൾ ഇനി മുതൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച് അവിടെ നിന്ന് വിമാനമാർഗം എയർ കാർഗോ വഴി വിവിധ സംസ്ഥാനങ്ങളിലേക്കും രാജ്യത്തേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് അദാനിയുടെ അടുത്ത ലക്ഷ്യം. ഇനി മറ്റൊരു കാര്യം കൂടി പ്രധാനമായിട്ടുണ്ട്. കടലും കപ്പലും തുറമുഖവും കരയും വിമാനത്താവളവും എല്ലാം വികസിക്കുമ്പോൾ റെയിൽപാത വഴിയുള്ള ചരക്ക് നീക്കം എന്താകുമെന്നാണല്ലോ നമുക്കൊരു സംശയം ഉണ്ടാവുക. അതിന് അദാനിക്കൊരു ഉത്തരവുണ്ട്. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ വിഴിഞ്ഞത്തേക്കില്ല.
അവിടേക്ക് തുരങ്കപാത നിർമ്മിച്ച് വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് വരെ റെയിൽവേ ലൈൻ എത്തിക്കാനുള്ള ജോലി അധികം താമസിയാതെ ആരംഭിക്കും. ഇവിടെ നമുക്ക് ഒരു ഷിപ്പ് വരുമ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരും. ഷിപ്പ് വെസൽ എന്ന് നമ്മൾ പറയും. ഈ ഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുമ്പോൾ അത് ആ ഷിപ്പിൻ്റെ പ്രൊഫൈല്, അതിൻ്റെ ഉള്ള കണ്ടെയ്നർ IAL എന്നൊക്കെ പറയുന്നത്, അതൊക്കെ വന്ന് ആ ഷിപ്പിനെ നമുക്ക് ഇവിടെ ഡോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു സെൻ്ററാണ് ഇവിടെ. ഒരു സൈഡ് വിങ് ഓഫ് മെമ്പേഴ്സ് ആർ ഡൂയിങ് ലൈക്ക് ദാറ്റ്. ഡോക്യുമെൻറ്റേഷൻ ടീം എന്ന് പറയും. അവർക്ക് മെസ്സേജ് വരും വെസൽ ഓപ്പറേറ്റിംഗ് ഏജൻറ്റ് സൈഡിൽ നിന്ന്, MSC അല്ലെങ്കിൽ MESC, അങ്ങനെ CMA എന്നുള്ള കമ്പനീസിൽ നിന്നൊക്കെ ഞാനിന്ന് ഇതുപോലൊരു വെസൽ കൊണ്ടുവരുന്നുണ്ട്, അതിനിങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസ്ചാർജ് ഇത്ര ബോക്സ്, ഇത്ര ലോഡിംഗ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് അവർ തരുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ഓക്കെ മീൻസ് അപ്രൂവൽ കൊടുക്കും. ഞങ്ങളുടെ സൈഡിൽ നിന്ന് മറൈനാണ് മെയിൻ അപ്രൂവൽ കൊടുക്കുക വെസൽ കൊണ്ടുവരുന്നതിന്. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അപ്രൂവൽ നമ്മൾ അവർക്ക് കൊടുക്കും. അങ്ങനെ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നെക്സ്റ്റ് ജോബ് വരുന്നത് വെസൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ജോബാണത്. അതായത് പ്ലാനിങ് ഡിവിഷനിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും. ഈ പ്ലാനിങ് ഡിവിഷനിൽ ചെയ്യണ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിൻ്റെ ഉള്ളിലത്തെ കണ്ടെയ്നർ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ കണ്ടെയ്നർ എങ്ങനെയാണ് നമ്മൾ എവിടെ നിന്നാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, അതിന് എത്ര ക്രെയിൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആളാണ് വെസൽ പ്ലാനർ. വിഴിഞ്ഞം പോർട്ടിൽ ഇതെല്ലാം കണ്ടെയ്നറെല്ലാം നീക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റഡ് ആണ് കേട്ടോ. ഈ കമ്പ്യൂട്ടറുകൾ വഴിയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അതിന് നേതൃത്വം നൽകുന്ന വിദഗ്ധർ പറയും. ഈ ഒരു ഡെസ്ക് വഴിയാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. മാൻപവർ പരമാവധി കുറച്ചാണ്. നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ കണ്ടില്ലേ, ഈ കുട്ടികൾ ഇരുന്നത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എസ്കാഡ് ആണെന്നൊരു ഫീഡർ വെസൽ കിട്ടുന്നത്. അപ്പോൾ എസ്കാഡിൽ നമ്മൾ 3 ക്രെയിൻ, അൾട്ടയിൽ നമ്മൾ 4 ക്രെയിൻ. അതിലോട്ട് ഇവർ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ച് ITV ജോബ് കിട്ടും. ഡ്രൈവർക്ക് ടാബ് ഉണ്ടായിരിക്കും. ഡ്രൈവർക്ക് മെസ്സേജസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കാണാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ.